എല്ലാവർക്കും ഫുഡ് ബോക്സ് ഫുഡ് റെസിപ്പിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കിന്ന് കണ്ടു നോക്കാം. ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുക്കും കേട്ടോ. ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു അരിപ്പായസമാണ്. എല്ലാവർക്കും അരിപ്പായസം കുടിക്കണമെന്നൊരു പുതിയപ്പം അരിപ്പായസം ഇട്ട് ഞാൻ ശർക്കര നല്ലതായിട്ട് ഉരുക്കി അരിച്ച് ഒഴിച്ചു. എന്നിട്ട് അതിനകത്ത് ഞാൻ അരി ഇട്ട് കൊടുത്തു. എന്നിട്ട് ചവ്വരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് ഇതൊന്നും വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇപ്പോൾ അരിയൊക്കെ വെന്തു, ചവ്വരിയൊക്കെ വെന്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാൻ പോവാം. അപ്പം രണ്ടാം പാല് ഞാൻ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാം. രണ്ടാം പാല് ഒഴിച്ചു കൊടുത്തു. ഇനി ഈ രണ്ടാം പാലിൽ കിടന്ന് ഇതൊന്ന് വേകണം. വെന്തിട്ട് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തിക്നെസ് വരണം, ഒരു കുറുകൽ പരുവാവണം. ഇത് രണ്ടാം പാലിൽ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഞാൻ തേങ്ങാപ്പാലിൽ, നമ്മൾ ഒന്നാം പാലിൻ്റെ തേങ്ങാപ്പാലിൽ ഒരു അല്പം തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിനകത്ത് ഞാൻ ഒരു 1.5 ടീസ്പൂൺ ചുക്ക് പൊടിയും 1.5 ടീസ്പൂൺ ജീരകപ്പൊടിയും 1.5 ടീസ്പൂൺ നമ്മുടെ ഏലക്കാപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഡയറക്റ്റ് അത് പൊടികൾ ഇട്ട് കൊടുത്താൽ ഇത് കട്ടി പിടിക്കും. അപ്പം അവിടെ ഇവിടെ അങ്ങോട്ട് കട്ടിയായിട്ട് കിടക്കും, അത് അലിഞ്ഞു തരത്തില്ല. അപ്പം നമ്മളിങ്ങനെ തേങ്ങാപ്പാലിലൊന്ന് കലക്കി വെക്കുവാണെങ്കിൽ അത് ഈസി ആയിട്ട് ഇതിനകത്തോട്ട് അലിഞ്ഞ് നമുക്ക് ഒഴിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ ചുക്ക്, ജീരകം, ഏലക്കാപ്പൊടി അതൊന്ന് മിക്സായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഒന്നാം പാല് ഒഴിച്ചിട്ട് നമുക്കതിനെ തീ ഓഫ് ചെയ്യാം. ഒരല്പം ഉപ്പ്, ഇതിനിടയ്ക്ക് ഒരല്പം ഉപ്പ് ബാലൻസ്, അതായത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം. അല്പം മതി, പിഞ്ച് ഓഫ് സോൾട്ട് മതി കേട്ടോ, ഒത്തിരി വേണ്ട. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, മധുരവും ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായാൽ മാത്രം മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടായി വന്നു. നമ്മുടെ പായസം ഇവിടെ, അരിപ്പായസം ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പം നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് നെയ്യിൽ വറുത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാൻ പോകാൻ ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ഞുറുക്കി വെച്ചേക്കുക. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അതൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ കിസ്മിസും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് എടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അണ്ടിപ്പരിപ്പ്. ഞാൻ ആ സമയത്ത് കിസ്മിസ് ഇട്ട് കൊടുക്കാനായിട്ട് പോകാം. അത് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അതിന് ഇത്ര അളവൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ എടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇതെല്ലാം കിസ്മിസും അണ്ടിപ്പരിപ്പും മൂത്ത് കഴിഞ്ഞു. അത് നമ്മൾ ആ നെയ്യോടുകൂടി തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇപ്പം നമുക്കൊന്നും ചെയ്യണ്ട കേട്ടോ, ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് പിന്നീട് നമുക്ക് ഇത് ഇളക്കി കൊടുത്താൽ മാത്രം മതി. കണ്ടല്ലോ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒക്കെ അറിയാം, എന്നാലും എൻ്റെ വേർഷനിൽ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി കാണും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.